ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചീരു പറയാണ്, എടി രഘുവേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആങ്ങളുടെ സ്ഥാനമാണ്. അതായത് നമ്മുടെ അച്ഛൻ്റെ അതേ സ്ഥാനമാണ് നമ്മൾ രഘുവേട്ടന് കൊടുത്തിട്ടുള്ളത്. രഘുവേട്ടനല്ലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ഇടയിൽ പ്രശ്നങ്ങൾ തീർത്ത് തന്നിരുന്നത് എന്ന് പറയുമ്പോൾ എന്ത് പ്രത്യേകതയാണ് രഘുവേട്ടനുള്ളത്? രഘുവേട്ടൻ ഈ പറയുന്ന നമ്മുടെ 5 മക്കളിലും എല്ലാവരുടെയും ഭർത്താക്കന്മാരെ പോലെ ഒരാൾ തന്നെയാണ് രഘുവേട്ടൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന ചീരു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോഴും ഞങ്ങളുടെ ഒരു ആങ്ങളെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അച്ഛനും ആ നിലക്കാണ് രഘുവേട്ടനെ കാണുന്നത്. അച്ഛൻ പോയാൽ പിന്നീട് സ്ഥാനം രഘുവേട്ടനാണ്. അതൊന്നും നടക്കില്ലല്ലോ. ഇവിടെ 5 പെൺമക്കളാണ് അച്ഛനുള്ളത്. ആ 5 പെൺമക്കളുടെ ഭർത്താവിന് ഒരേ നിലയും വിലയാണ് ഈ കിട്ടേണ്ടത് എന്നൊക്കെ എങ്ങനെ പറയണം കേട്ടോ. എടി, നീ ഒരു കാര്യം ഓർക്കണം. നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ, നന്ദുവുമായിട്ടുള്ള നിൻ്റെ ഈ പ്രശ്നം വന്നപ്പോൾ, അന്ന് നിൻ്റെ ആ പ്രശ്നം തീർക്കാൻ ഈ അച്ഛനേക്കാൾ കൂടുതൽ നിന്നത് ഈ രഘുവേട്ടനല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നപ്പോഴും രഘുവേട്ടൻ തന്നെയല്ലേ അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ദയക്ക് വലിയ വിലയൊന്നും ദയ കൊടുക്കുന്നില്ല കേട്ടോ. ദയക്ക് അത് കേൾക്കാൻ തന്നെ താല്പര്യമില്ല. എന്നാൽ ദയ ഇതൊക്കെ അങ്ങ് പറഞ്ഞിട്ടങ്ങ് പോവാണ്. പിന്നീട് രഘു ആണെങ്കിലും ആകെ തളർന്നും കൊണ്ട് ആ ഒരു താക്കോലും ലോക്കറിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതുമായിട്ട് വീട്ടിലോട്ട് ചെല്ലാണ്. അപ്പോൾ അമ്പിളി പറയാണ്, എവിടെ അച്ഛൻ? രഘുവേട്ടൻ അച്ഛനെ കണ്ടോ? അച്ഛൻ എവിടെ? എന്താ അച്ഛൻ ഫോൺ എടുക്കാതെ പോയത് എന്നൊക്കെയുള്ള ചോദ്യവും പറച്ചിലും ആകുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ്, അതെ അച്ഛനെ കണ്ടില്ല എന്ന് പറയണം. അച്ഛനെ കണ്ടില്ലെന്നോ? എന്താ രഘുവേട്ടൻ പറയുന്നത്? അത് മാഷ് നമ്മൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ മുന്നേ മാഷ് അവിടെ വിട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്നത് എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കന്യാശ്ശേരി മനയിൽ നിന്ന് ഇറങ്ങിയത്? അതുകൊണ്ട് തന്നെ മാഷും ഇവിടെ നിന്നും ഇറങ്ങിയിരിക്കുന്നു. സ്വന്തം മക്കൾ അച്ഛന് പോലും വില നൽകുന്നില്ല എന്ന് കാണുമ്പോൾ ആ മനുഷ്യൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ പിന്നെ ഇത് എന്താ രഘുവേട്ടൻ്റെ കയ്യിൽ എനിക്കറിയില്ല, എന്തായാലും ഞാൻ തുറന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രഘു ആ ഒരു കവർ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അതിൽ എഴുതി വെച്ച മാഷിൻ്റെ കുറിപ്പ് രഘു വായിക്കുമ്പോൾ അമ്പിളിക്ക് താങ്ങാൻ കഴിയില്ല കേട്ടോ. മാഷ് പറയാണ്, എൻ്റെ മക്കൾക്ക് ഞാൻ എൻ്റെ മക്കളിൽ നിന്ന് കുറച്ച് കാലം ഞാൻ മാറി നിൽക്കുകയാണ്. ഈ അച്ഛൻ മക്കൾക്കൊരു ബാധ്യതയാവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മാഷ് ആ ലെറ്റർ അങ്ങ് എഴുതി വെക്കുമ്പോൾ ശരിക്കും തകർന്നു പോവാണ് കേട്ടോ. കാരണം താൻ അവിടെ വില നൽകാത്ത ഒരു അച്ഛനായി മാറിയിരിക്കുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഭാര്യ മരിച്ചിട്ടും വേറൊരു ജീവിതം നോക്കാതെ മക്കളെ കൂട്ടിപ്പിടിച്ച് എന്തിനും ഏതിനും ഈ അച്ഛനൊപ്പം നിന്നിട്ട് ഇന്ന് പണം കയ്യിൽ വന്നപ്പോൾ അച്ഛനെയും അമ്മയും വേണ്ടെന്ന് വെച്ച് പോയ മക്കളോട് എന്ത് പറയാൻ എന്ന ആ ഒരു ചിന്താഗതി മാഷിൻ്റെ ഇടയിലും തോന്നിയിരിക്കുന്നു കേട്ടോ. ഇതേ സമയം അമ്പിളി അങ്ങ് തകർന്ന് നിൽക്കുകയാണ്. അമ്പിളിക്ക് താങ്ങില്ല. അമ്പിളി ആകെ തകർന്ന് നിൽക്കുമ്പോഴാണ് ഈ വിവരം എല്ലാവരെയും അറിയിക്കണ്ടേ എന്ന് രഘു ചോദിക്കുന്നത്. അതിനൊന്നും ഉത്തരം പറയാൻ അമ്പിളിക്ക് കഴിയുന്നില്ല. അങ്ങനെ അമ്പിളി എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് അങ്ങനെ ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ടാ. ഇന്ദ്രനോടും അനുപമയോടും കൂടി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ വിളിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ നിൻ്റെ രഘുവേട്ടൻ എനിക്ക് വിളിക്കുന്നുണ്ടല്ലോ, എന്തായാലും എടുത്തു നോക്ക്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്തായാലും എടുത്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഫോൺ എടുക്കുമ്പോൾ രഘു പറയുന്നത്, ഇന്ദ്ര ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മാവൻ ഈ വീട് വിട്ട് എന്നേക്കുമായി ഇറങ്ങിയിരിക്കുന്നു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അതെ, ഞാനിപ്പോൾ ലോക്കറിൻ്റെ കാര്യം ഞാനിപ്പോൾ അമ്മാവനെ തിരക്കി ഇറങ്ങിയതാണ്. ബാങ്കിൽ ഒരു ലെറ്ററും വെച്ചിട്ട് അമ്മാവൻ അവിടെ വിട്ട് പോയിരിക്കുന്നു എന്ന് പറയണേട്ടോ. എന്നാൽ ഇതെല്ലാം കേട്ട് ആകെ തകർന്ന് തരിപ്പിടമാവാണ് അനുപമ. അങ്ങനെ അനുപമ ഈ ഒരു വിവരം അറിയുമ്പോൾ അനുപമക്ക് താങ്ങാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ അനുപമ, ഇന്ദ്രട്ടാ, മക്കളിൽ നിന്നും അച്ഛന് താങ്ങാൻ കഴിയാത്ത പ്രവൃത്തി ഉണ്ടായത് കൊണ്ടാണ് അച്ഛന് പോയിരിക്കുന്നത്. അതുകൊണ്ട് മക്കൾ പോയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ പറയണം, അങ്ങനെയൊന്നും അല്ലടോ. മക്കൾക്ക് ഏതിനും സഹായം ഭർത്താക്കന്മാരില്ല, അവരുടെ അച്ഛന് മതി എന്നൊരു തോന്നലുണ്ടായത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി ഭർത്താക്കന്മാരെ ഇനി മക്കളെ നോക്കട്ടെ എന്നുള്ള ആ ഒരു തോന്നൽ മനതമാഷിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. കുറച്ച് കാലം കഴിഞ്ഞ് അച്ഛൻ ഇങ്ങ് തിരിച്ചു വരും. അതിനൊന്നും ഇത്ര ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോൾ ഇന്ദ്രേട്ടൻ ഞങ്ങൾക്ക് ആരുമില്ല, ഇന്ദ്രേട്ടൻ എൻ്റെ അനിയത്തിമാരെയൊക്കെ ഒന്ന് കരക്ക് പറ്റുന്നത് വരെ ഞങ്ങൾക്കൊപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ അത് പിടിവെള്ളിയാണ് സുശീലയ്ക്കും ഇന്ദ്രനും. അത് കേൾക്കാൻ കാത്തിരുന്ന ആ ഒരു വാർത്തയാണ് അനുഭവം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേൾക്കാൻ സുഖമില്ലാത്ത ആ വാർത്ത ഇനി ഹർഷയിൽ എത്തുമ്പോഴാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നത് കേട്ടോ. എന്നാൽ ഇതേ സമയം അമ്പിളിയുടെ ആ ഒരു സങ്കടമൊക്കെ മാറണം അറിയാതെ അമ്പിളിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുമ്പോൾ പെട്ടെന്ന് അമ്പിളി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. രഘുട്ട, ഇതെല്ലാം കാരണം അവളാണ്, അവൾ ഒറ്റ ഒരുത്തിയാണ്. അതെ
ദയ. ആ ദയയും മഞ്ചാടിയും കൂടി അച്ഛനെ വല്ലാതെ തകർത്തു. ദയയുടെ അഹങ്കാരം കൊണ്ടാണ് അച്ഛൻ ഈ വീട് വിട്ടു പോയിരിക്കുന്നത്. ദയ കാരണമാണ് അച്ഛൻ ഇവിടെ നിന്ന് പോയതെന്ന് പറയണ്ടോ. എന്നാൽ ഈ സമയം അത് കേൾക്കുന്ന രഘു പറയണേ, അമ്പിളി പഴയതുപോലെയല്ല, ആരോടും ഒന്നും നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. കാരണം അമ്മാവൻ പോലും ഈ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, സ്വന്തം അച്ഛനെ പോലും വകവെക്കാത്ത മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഇടപെടാൻ ഒരു പരിധിയുണ്ട്. അപ്പോൾ രഘുവേട്ട, എൻ്റെ അനിയത്തിമാർ എങ്ങനെയൊക്കെ ആയാലും അവർക്കൊരു അപകടം വന്നാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു മനസ്സുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് ഇന്ന് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇനി ഓരോരുത്തരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ. നമുക്ക് പറ്റാവുന്ന അവരറിയാതെ അവരെ നിരീക്ഷിക്കാം, അല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം തൻ്റെ അച്ഛൻ പോയത് താങ്ങാനാവാതെ അമ്പിളി പൊട്ടിക്കരയാണ്. അമ്പിളി, നീ ഇങ്ങനെ മനസ്സ് വിഷമിക്കാതെ, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു മുറിവേറ്റു. എങ്ങനെ പേടിക്കാനില്ല, മാഷ് തിരികെ വരും, അത് ഉറപ്പാണ്. അപ്പോഴേക്കും മക്കളൊക്കെ ഒരു പാഠം പഠിക്കട്ടെ. അച്ഛനുള്ളപ്പോൾ അവർക്ക് വിലയില്ല, അച്ഛനില്ലാത്തപ്പോൾ അവരെന്താണെന്ന് മനസ്സിലാക്കട്ടെ. ആ താങ്ങ് എത്രത്തോളം വലുതായിരുന്നെന്ന് അവർ മനസ്സിലാക്കട്ടെ. പ്രത്യേകിച്ച് ദയയും മഞ്ചാടിയും എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇനി ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ്. സുശീല പറഞ്ഞതുപോലെ തന്നെ ഇന്ദ്രൻ ഇനി അവിടെ കൂടിയിരിക്കാൻ തുടങ്ങാണ്. ഇന്ദ്രൻ ഇനി അവിടെ കളി തുടങ്ങും. എന്നാൽ ഇനി രഘുവിന് അനുഭവിച്ചതുപോലെ ഇന്ദ്രനും ദയയിൽ നിന്ന് കിട്ടും. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് സംസാരിക്കുമ്പോഴും അനുപമയുടെയും സ്വഭാവം മാറും. ഓരോരുത്തരും ഓരോ ലെവലിലാവുമ്പോഴായിരിക്കും പ്രതീക്ഷിക്കാനാവാത്ത ആ വലിയ തിരിച്ചടി ഇനി അനുപമയ്ക്ക് കിട്ടാൻ പോകുന്നു കേട്ടോ. ഹർഷ എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. എൻ്റെ വയറ്റിലുള്ളത് ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്ന് പറയും. രവിയെ വേണ്ടെന്ന് വെക്കും. രവി ഇനി ഹർഷയെ കൊല്ലാൻ നോക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കിടക്കുന്ന സീന് തന്നെയാണ്. പക്ഷേ വിനയൻ്റെ മാറ്റം അതങ്ങനെ റീമേക്കിലില്ല. ഇനി വിനയം ഒറിജിനലായി മാറുകയാണോ അതോ ചിരുവിനെ കിട്ടാൻ വേണ്ടി മാറ്റം അഭിനയിക്കുകയാണോ എന്നും പറയാൻ കഴിയില്ല. ഇതേ സമയം ചീരു ഇങ്ങനെ മഞ്ചാടിയും ദയയും വരുമ്പോൾ കാര്യങ്ങൾ പറയാണ്. നിങ്ങളുടെ പെരുമാറ്റ രീതി കൊണ്ട് തന്നെ അച്ഛൻ എന്നേക്കുമായി പോയിരിക്കുന്നു. എങ്ങോട്ടാണ് എവിടോട്ടാണെന്ന് ആരോടും പറയാതെ പോയിരിക്കുന്നു. രഘുവേട്ടന് മാത്രം ഒരു കത്തെഴുതി അച്ഛൻ പോയിരിക്കുന്നു. അച്ഛൻ ഫോൺ പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ദയക്ക് അത്ര വിലയൊന്നും തോന്നില്ല കേട്ടോ. മഞ്ചാടി, അച്ഛൻ എന്നാലും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? നിങ്ങൾ രണ്ടു പേർക്കും സ്വന്തം ഇഷ്ടത്തോടു കൂടി ഈ കന്യാശ്ശേരി മന മാത്രം മതി എന്ന് മനസ്സിൽ കരുതിയ ആളുകളല്ലേ. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അച്ഛൻ്റെ വില ഇനി അറിയിച്ചോളും എന്ന് പറയുമ്പോൾ ദയ, ഓ അച്ഛനില്ലെങ്കിലും ഇപ്പോൾ ജീവിക്കാൻ കഴിയും, ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എന്നിപ്പോൾ അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പറയുമ്പോൾ, എടി നന്ദിയില്ലാത്തവളെ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നിൻ്റെ പെരുമാറ്റ രീതി കൊണ്ടാണ് അച്ഛൻ ഈ വീട് വിട്ടിറങ്ങിയത് എന്ന് ചീരി പറയുമ്പോൾ, ഇനിയിപ്പോൾ എല്ലാ കുറ്റവും എൻ്റെ തലയിലിട്ടോ. നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി കൊണ്ടാണ് അച്ഛൻ പോയത്. അല്ല, നീ ഇവിടെ വന്നു കയറിയപ്പോൾ നീ കാട്ടിക്കൂട്ടിയത് എന്താടി? നീ വന്നു കയറിയപ്പോൾ അച്ഛന് റൂം പോലും കൊടുക്കാതെ നീയും മഞ്ചാടിയും കാണിച്ച ആ പ്രവൃത്തി ആ മനുഷ്യനെ വേദനിപ്പിച്ചത് കൊണ്ടാണ് ഈ മനയിൽ നിന്ന് ആ നിമിഷം അച്ഛൻ ഇറങ്ങിപ്പോയത്. പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു. എന്നാൽ തമ്പായി ആണെങ്കിലോ കാര്യങ്ങളൊക്കെ തൻ്റെ കൈക്കുള്ളിൽ തന്നെ തൻ്റെ ഉപാസനാമൂർത്തികൾ കൊണ്ടുവരുന്നു എന്ന സന്തോഷത്തിൽ തമ്പായി നിൽക്കുകയാണ്. കാരണം അനന്തൻ മാഷ് പോയിരിക്കുന്നു, രഘു ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പെൺപെടകളെ ഒതുക്കാൻ തനിക്ക് വേഗം കഴിയും. ഈ ഒരു പറയുന്ന പ്രേതപിശാചിൻ്റെ പേടിയും അത് കാണുന്നു ഇത് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും തമ്പായി ഇനി ആദ്യം കൊടുക്കുന്ന ദയക്കായിരിക്കട്ടെ. അങ്ങനെ ദയയിലൂടെയാണ് ആദ്യം എല്ലാവരും ഇനി അച്ഛനില്ലാത്ത സങ്കടം എന്താണെന്ന് ദയയിലൂടെ തന്നെയാണ് ആദ്യം മനസ്സിലാക്കുന്നത്. എല്ലാം കൊണ്ടും ശബരിയുടെ പെരുമാറ്റ രീതി കൊണ്ടും അതുപോലെ തന്നെ മന വിചാരിച്ച് മനയിൽ വന്ന് നിൽക്കുമ്പോൾ പ്രേതപിശാചിൻ്റെ ആ ഒരു ശല്യം ഓരോന്ന് കാണലും പഞ്ചരത്നം തന്നെ സ്വർഗം എന്ന് കരുതി തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ അച്ഛനില്ലാത്ത കുറവ് എത്രയാണെന്നും അമ്പിളി ചേച്ചി രഘുവേട്ടനും തനിക്ക് എത്രത്തോളം മൂല്യമുള്ളവരാണെന്നും മനസ്സിലാക്കാൻ ഇരിക്കുന്ന ആ സീനിലോട്ടാണ് കേട്ടോ ഇനി കഥ പോകുന്നത്.